മന്ത്രി വി ശിവൻകുട്ടി നല്ലൊരു സംഘാടകൻ കൂടിയാണ്. ദോഷൈക ദൃക്കുകൾ പലതും പറഞ്ഞുവെങ്കിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും വിദ്യാലയങ്ങളുടെയും ഭരണം വി ശിവൻകുട്ടിയുടെ കയ്യിൽ ഭദ്രമായിരുന്നു ഇതുവരെ. സ്കൂൾ തുറക്കും മുമ്പ് സ്കൂളുകളിൽ പാഠപുസ്തകങ്ങളും യൂണിഫോമും എത്തി. സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യം പൊതുവെ നന്നായി. ക്രിസ്മസ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച പോലുള്ള സംഭവങ്ങൾ ഉണ്ടായെങ്കിലും പരീക്ഷകളൊക്കെ കൃത്യമായി നടന്നു. കായികമേളയിലും ജില്ലാ കലോത്സവങ്ങളിലും പരാതികൾ പെരുകിയതോടെ സംസ്ഥാന സ്കൂൾ കലോത്സവം നടത്താൻ മന്ത്രി തന്നെ നേരിട്ടിറങ്ങി. അതിന് ഫലമുണ്ടായി. വിവാദങ്ങളും പരാതി പ്രളയവും ഇല്ലാതെ ഒരു കലോത്സവം നടന്നു. മത്സരങ്ങളൊന്നും നീളാതെ കൃത്യമായി നടന്നു. അധ്യാപക സംഘടനകളൊക്കെ തോളോട് തോൾ ചേർന്ന് നിന്നു. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെ കലോത്സവത്തിൻ്റെ സമാപന വേദിയിൽ മന്ത്രി വി ശിവൻകുട്ടിയെ വാഴ്ത്തി. മന്ത്രിക്കാകട്ടെ ഇതൊന്നും അത്ര പതിവില്ലാത്ത കാര്യങ്ങളാണ്. ചോദിക്കട്ടെ, തന്നെ ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. തന്റെ പേരെന്താ? ടോബിനോ. എന്താ പണി? എന്താ പണി? ചെറുതായിട്ട് സിനിമയിലൊക്കെ അഭിനയിക്കില്ല. ഓ, ഞാൻ ഈ സിനിമയൊന്നും കാണാറില്ലെന്ന്. പിന്നെ നിക്ക് ചോദിക്കട്ടെ, അതെ ഉപദേശിക്കാമെന്ന് വിചാരിക്കരുത്. ഈ സിനിമയുടെ ഒന്നും പറഞ്ഞായിരുന്നു ജീവൻ തലയ്ക്കാതെ വല്ല സ്ഥിരം ജോലി വല്ലതും ചെയ്ത് ജീവിച്ചൂടെ? ശരിയായിട്ടാ നോക്കാം. അമ്മാവൻ കാര്യമായിട്ട് ചൊറിയുന്നുണ്ടല്ലോ. അമ്മാവൻ ചൊറിഞ്ഞൊറിഞ്ഞ് തല്ലു വെച്ച് കൂട്ടുന്നു തോന്നുന്നു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനെ ആദരവോടെ ക്ഷണിക്കുന്നു. പണ്ടേ അവൻ എന്നെ കണ്ടൂടാ. അവൻ എന്നെ പറ്റി വല്ല വിവരങ്ങളും പറഞ്ഞിട്ടുണ്ടാവൂലേ? പറഞ്ഞു. എന്താ പറഞ്ഞു? മത്തായി ചേട്ടൻ നല്ലൊരു മനുഷ്യനാണെന്ന്. ഈ യുവജനോത്സവം പരാതികളില്ലാതെ ഭംഗിയായി തീർക്കാൻ കഴിഞ്ഞതിന് ഞാൻ ബഹുമാന്യനായ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ശിവൻകുട്ടിയെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അധ്യാപക സംഘടനകളെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച മുഴുവൻ പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. ഞാൻ ഇടയ്ക്ക് വിദ്യാഭ്യാസ മന്ത്രി വിളിക്കും. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്ക് ഭയങ്കര ടെൻഷനാണെന്ന് പറയും. ഒരു പരിപാടി ഏറ്റവും നന്നായി നടത്തുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് മുഖ്യ സംഘാടകന് ടെൻഷൻ ഉണ്ടാകുന്ന ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന്. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാൾ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണത്. സാധാരണ എന്നെ പിടിച്ചകത്തിടാറുള്ളത്. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല. നന്ദിയുണ്ട് സാറേ, നന്ദി. എല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്ന്, ഒരു രാഷ്ട്രീയവും കലർത്താതെ എല്ലാവരും ഒരുപോലെ നിന്ന് ഇത് ഭംഗിയാക്കാൻ കഴിഞ്ഞത് ഇനിയുള്ള വരാനിരിക്കുന്ന വർഷങ്ങൾ ഇതിനേക്കാൾ ഭംഗിയായി നടത്തും എന്നുള്ള ആത്മവിശ്വാസം നമുക്ക് നൽകിയിരിക്കുന്നു. ആദ്യമായിട്ടാ എന്റെ നാടകത്തിന്റെ അവസാനം കൈയടി കിട്ടുന്നത്.